ഹലോ ഗായ്സ്. ആദ്യം എല്ലാവരോടും പറയട്ടെ, വാമോസ് അർജൻറ്റീന. ഓക്കെ, ഞാനൊരു അർജൻറ്റീന ആരാധകനാണ്. ഓക്കെ, എപ്പോൾ തൊട്ട് തുടങ്ങിയതെന്നറിയോ ആരാധന? ഒരു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് വേൾഡ് കപ്പ് കണ്ടു തുടങ്ങുന്നത്. അന്ന് തൊട്ടേ ഞാൻ കട്ട അർജൻറ്റീൻ ഫാനാണ്. ഓക്കെ, അർജൻറ്റീൻ ഫാൻ. വേൾഡ് കപ്പിനായിട്ട് കൊതിച്ച് നടന്നിരുന്നു മെസ്സി. അതായത് കിരീടമില്ലാത്ത രാജാവുമാരെ എല്ലാവരും ട്രോളി കൊല്ലുന്ന ആ ടൈമിലൊക്കെ ഞാൻ മെസ്സിക്കൊപ്പം നിന്നു, ഒരുപാട് നിൽക്കുമായിരുന്നു. അങ്ങനെ ഒരു 2014 വേൾഡ് കപ്പിൽ ഫൈനൽ വരെ എത്തി. എന്നിട്ട് അവർ കപ്പിനെ ചുണ്ടിൻ്റെ ഇടയ്ക്ക് കപ്പ് മിസ്സാക്കി. ഓക്കെ, അപ്പോൾ എല്ലാം മെസ്സിയുടെ കരയുന്ന മുഖം മാത്രം നമ്മൾ ആരാധകർക്ക്. അതെന്തൊരു സങ്കടകരമായ കാര്യമെന്നറിയോ അതൊക്കെ. പക്ഷേ ഈ യേശുവിൻ്റെ കഥ പറഞ്ഞ പോലെ യേശു വെള്ളിയാഴ്ച ക്രൂശിക്കപ്പെട്ടു, ശനിയാഴ്ച അടക്കപ്പെട്ടു, ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റു. അതേപോലെ തന്നെയായിരുന്നു പിന്നെ സംഭവിച്ചത്. അതുകൊണ്ടാണ് ഫുട്ബോൾ ലോകത്തിലെ മിശിക എന്ന് മെസ്സിയെ വിളിക്കുന്നത്. അതായത് 2014 വേൾഡ് കപ്പ് കഴിഞ്ഞു, 2018 അതായത് ഫ്രാൻസിനോടൊപ്പം തന്നെ പ്രീ ക്വാർട്ടറിൽ തന്നെ പുറത്തായി പോന്നു മെസ്സി. അപ്പോഴും വേദനാജനകമാണ് നമ്മൾ ഫാൻസിന്. ഓക്കെ, വായിന്ന് മാറിപ്പോയതാണ്, ക്ഷമിക്കണം. സന്തോഷത്തിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഇടയ്ക്ക് വായിന്ന് എന്തെങ്കിലുമൊക്കെ മാറിപ്പോയതിനോട് ക്ഷമിക്കണം. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ അർജൻറ്റീന ടീമെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ ആ ഒരു വേൾഡ് കപ്പിൽ മെസ്സി കിട്ടിയില്ല, ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ ഏറ്റവും വലിയ രസം ഔട്ടായ പോർച്ചുഗലിൻ്റെയും ബ്രസീലിൻ്റെ ഒക്കെ ഇടയ്ക്ക് വരുന്ന കളിയുണ്ട്. ആ ഒരു ഫ്രാൻസുള്ള കളി അർജൻറ്റീന തോറ്റപ്പം എല്ലാവരും എന്നെ കൊന്നു കൊല വിളിച്ചു. അന്ന് മനസ്സിൽ ഉറപ്പിച്ചു അർജൻറ്റീന അടുത്ത വർഷം ഒരു കംബാക്ക് നടത്തുമെന്ന്. 2022 വേൾഡ് കപ്പ് അർജൻറ്റീന ആദ്യത്തെ കളി, അതായത് ഞാൻ മരിയൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഘട്ടം കോളേജ് വിടുന്ന സമയത്താണ് കളി വരുന്നത്. ആ ഒരു സമയത്ത് ഞാൻ ഒന്നും നോക്കിയില്ല, ഞാൻ കളി തന്നെ കണ്ടുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ ടീച്ചറിനോട് നേരത്തെ ചോദിച്ചിറങ്ങിയിട്ട് അങ്ങനെ കളി തുടക്കം തൊട്ടേ കാണാൻ വേണ്ടി അങ്ങനെ ഫോൺ ഉപയോഗിച്ച് കളി കണ്ടുകൊണ്ടിരുന്നപ്പോൾ അർജൻറ്റീന ഒന്നടിച്ചു. ഉടനെ സൗദി അറേബ്യ കൊണ്ട് 2 തിരിച്ചു അടിച്ച്. അതോടെ അർജൻറ്റീന ആദ്യത്തെ കളി ഫെയിൽ. പിന്നെ മെസ്സി നമ്മളെ നിരാശപ്പെടുത്തിയിട്ടില്ല. ഹീസ് മിശിക. 3 നാൾ ഉയർത്തെൻ്റെ മിശികയെ പോലെ മെസ്സി ആദ്യം കപ്പിനെ ചുണ്ടിടയ്ക്ക് മിസ്സായി. അത് കഴിഞ്ഞ് വന്ന വേൾഡ് കപ്പിൽ മെസ്സി ഫൈനൽ കാണാതെ പുറത്തായി. പിന്നെ നമ്മളെ നിരാശപ്പെടുത്തിയിട്ടില്ല ഒരു കളിയിലും. കോപ്പ കിട്ടിയതാകട്ടെ, ഇപ്പോൾ വേൾഡ് കപ്പിൽ മുത്തം വെച്ചതാകട്ടെ, നമ്മളെ നിരാശപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ നമ്മൾ നോക്കണം. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഈശോയെപ്പോലെ തന്നെയാണ് മെസ്സി. അല്ലെങ്കിൽ അർജൻറ്റീനക്കാർ അവരെ വിളിക്കുന്നത് മിശിക എന്നാണ്. അത് ഭയങ്കര സത്യസന്ധമാക്കുന്ന ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്നത്. യേശു മരിച്ച് 3 നാൾ ഉയർത്തെണീറ്റു. അതായത് 3 നാളെന്ന് പറയുന്നത് ഇടയ്ക്കൊരു ഡേ ഉണ്ടല്ലോ, അത് അല്ലല്ലോ 3 നാളിലെ ഉയർത്തെണീറ്റത്. അതേപോലെ ഒരു കംബാക്കാണ് അർജൻറ്റീന ശരിക്കും അന്ന് നടത്തിയത്. മൂന്നാം വേൾഡ് കപ്പ്, അതായത് അർജൻറ്റീന തോറ്റുപോയതിൻ്റെ 3-ാം വേൾഡ് കപ്പ് അർജൻറ്റീന കിരീടത്തിൽ മുത്തം വെച്ചു. ആ ഒരു നിമിഷം ഉണ്ടല്ലോ, എൻ്റെ മമ്മീനെ ഞാനും മമ്മിയും കെട്ടിപ്പിടിച്ച് കുറേ നേരം നിന്ന്. അതായത് സന്തോഷം. ജോസ്ഫാനെക്കുട്ടി നിങ്ങളുടെ വീട്ടിൽ മാത്രമല്ല നമ്മുടെ വീട്ടിലും ഉണ്ടായി മിസ്റ്റർ. ആ ഒരു നിമിഷം, ആ മുത്തം വെച്ച ആ നിമിഷം, എൻ്റെ കർത്താവേ, ചാട്ടവും മറിച്ചിലും. സത്യം പറഞ്ഞാൽ എൻ്റെ വില അന്ന് പോയി, സത്യമായിട്ട് ആ രീതിയിലായിരുന്നു. ഓക്കെ, അപ്പം ഞാനിപ്പോൾ വന്നത് ഈ അർജൻറ്റീനയുടെ ഈ വിജയത്തിൻ്റെ കാര്യമെല്ലാം പറഞ്ഞു. ഓക്കെ, അർജൻറ്റീന അർഹിച്ച വിജയം കിട്ടിയെന്നും പറഞ്ഞു. കാരണം അങ്ങനെ മെസ്സിയായിട്ട് ട്രോൾ ചെയ്യാൻ കണക്കുമില്ല. എന്തൊക്കെ പറഞ്ഞ് നമുക്ക് കേൾക്കുമ്പോൾ സങ്കടം വരും. എങ്കിലും ഈ ജേഴ്സി 3-ാം ക്ലാസ്സിലെ അദ്ദേഹത്ത് കയറിയില്ല, മാറ്റാൻ ഉദ്ദേശമില്ലായിരുന്നു. അങ്ങനെ നിന്ന്
കാരണം അത് മിശികയാണ് 3-ാം നാൾ ഉയർത്തെണീക്കുന്നുള്ള പ്രതീക്ഷയുണ്ട്. 3-ാം നാളാകട്ടെ 3-ാം വേൾഡ് കപ്പ് ആകട്ടെ ഉയർത്തെണീക്കുന്ന ഒരു വിശ്വാസമുണ്ട്. മെസ്സി ഫൈനൽ വന്ന വേൾഡ് കപ്പ് കപ്പിനെ ചുണ്ടടക്കി മിസ്സായതിനടുത്തുനിന്ന് ഉയർത്തെണീക്കുമെന്ന് ഒരു വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇതെടുത്തണിഞ്ഞത്. അങ്ങനെ നമ്മൾ ഫൈനലും കടന്ന് കപ്പ് നേടി. അപ്പം നമ്മൾ കംപ്ലീറ്റഡാണ്. ഓക്കെ, കംപ്ലീറ്റഡാണ്. ആ കംപ്ലീറ്റഡായ നമുക്ക് ഇനി ഒന്നിൻ്റെ ആവശ്യമില്ല. കപ്പിൻ്റെയോ വേൾഡ് കപ്പിൻ്റെയോ ഇനി ആവശ്യമില്ല. ടെൻഷനില്ല കളി കാണാം. നല്ലൊരു ആരാധന നിലയ്ക്ക് ഞാൻ നല്ല ടെൻഷൻ അടിക്കും. ഒരു മെസ്സിയുടെ ആരാധന നിലയ്ക്ക് ഞാൻ പറയട്ടെ, എനിക്ക് റൊണാൾഡോയ്ക്ക് കപ്പ് കിട്ടിയാലും കുഴപ്പമില്ലായിരുന്നു. കാരണം അതും കുറേ നാളായിട്ട് അധ്വാനിക്കുന്നില്ലേ. അധ്വാനിക്കുന്ന ഒരു ആൾ കപ്പ് നേടിയിട്ട് പോകുക എന്നുള്ളത് നല്ല കാര്യമാണ്. ഓക്കെ, റൊണാൾഡോയ്ക്ക് കപ്പ് കിട്ടുന്നത് കുഴപ്പമില്ല. റൊണാൾഡോ നന്നായിട്ട് കളിക്കണം. ആസ് ആൻ അർജൻറ്റീൻ ഫാൻ റൊണാൾഡോയ്ക്ക് കപ്പ് കിട്ടിയാലും സന്തോഷമായിരുന്നു എനിക്ക്. ഓക്കെ, ഇപ്പം ഞാനിവിടെ വന്നത് വേറൊരു കാര്യമാണ്. ഇന്നലത്തെ അർജൻറ്റീനയുടെ കംബാക്ക് അതൊരു മാസമാണ്, ക്ലാസ്സാണ്. ഒരു 13 മിനിറ്റ് ടോട്ടൽ 13 മിനിറ്റ് കൊണ്ടാണ് 3 ഗോൾ അടിച്ച് കയറിയത്. അതും 2-ന് പിന്നിക്കിടന്നിട്ട്. അതെന്തോ ഒരു കംബാക്കാണ്. അതൊക്കെ കണ്ടിട്ട് ചില കുരുപൊട്ടിയ ഫാൻസ്, ഞാൻ മെസ്സിയുടെ റിയൽ ഫാനാണ്, അതുകൊണ്ടാണ് റൊണാൾഡോ കപ്പ് കിട്ടണമെന്ന് ആഗ്രഹിച്ചത്. ഓക്കെ, നമ്മളെല്ലാം നേടിയില്ലേ മാൻ, നിങ്ങൾ ഫാൻസിനോടാണേ, നമ്മളെല്ലാം നേടിയില്ലേ. ഇനി റൊണാൾഡോയെ നേരട്ടെ, പോർച്ചുഗൽ നേരട്ടെ. പോരാതെ എൻ്റെ കസിനും പോർച്ചുഗലിൻ്റെ ഫാനാണ്. ഓക്കെ, നമ്മുടെ മുണ്ടകേതാൻ്റെ വീട് പോർച്ചുഗലിൻ്റെ ഫാനാണ്, വലിയ ഫാനാണ്. അപ്പം അവൻ്റെ മുഖം സന്തോഷിച്ച് കാണണമെന്നാണ് നമ്മൾ ഒരു റിയൽ മെസ്സി ഫാൻ, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള ഫാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഫാൻസിനോടാണ്. ഇന്ന് റൊണാൾഡോ ഡിസേർവ് ചെയ്യുന്നുണ്ടായിരുന്നു കപ്പൊക്കെ. പക്ഷേ ആ ടീമിലെ മെമ്പേഴ്സ് റൊണാൾഡോയ്ക്ക് വേണ്ടി കളിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള കാര്യം. പക്ഷേ അർജൻറ്റീന അങ്ങനെയല്ല. ആ ടീമിൽ കളിക്കുന്ന ഓരോരുത്തരും മെസ്സിക്ക് വേണ്ടിയാണ് അവിടെ പന്ത് തട്ടുന്നത്. അതായത് മെസ്സിയെ രാജാവാക്കുക, അല്ലെങ്കിൽ മെസ്സിയെ വിജയിപ്പിക്കുക, അത് മാത്രമേ ഉള്ളൂ അവരുടെയൊക്കെ ലക്ഷ്യം. ഓക്കെ, അപ്പം ഇന്നലത്തെ കംബാക്ക് ഒരു മാസീവ് സാധനമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം കഴിഞ്ഞ വർഷം വേൾഡ് ചാമ്പ്യനായി. അതുകൊണ്ട് ഈ വർഷം ഈജിപ്തിനെ കയറ്റിയിട്ടിട്ട് പാവം പോട്ടെ. പോർച്ചുഗലും പോയി, ബ്രസീലും പോയി, ഇന്നലത്തെ കളിക്കാത്ത അർജൻറ്റീനയും പോയി. എൻ്റെ അമ്മോ അത്ര. പക്ഷേ 79 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൊരു അർജൻറ്റീന ഉണ്ടായിരുന്നു മോനെ, മാസ് ക്ലാസ് കളി. അതായത് എനിക്ക് ഓർമ്മ വന്നത് എന്താണെന്നറിയോ, ബൈബിളാണ്. ഞാൻ വീണ്ടും ബൈബിൾ പറയുന്നത് വിചാരിക്കല്ലേ. ബൈബിളിനകത്ത് മാർക്കോസ് 35-41 വരെയുള്ള വാക്യത്തിനകത്ത് വരുന്ന ഒരു സംഭവമാണ്. എന്ന് വെച്ചാൽ യേശു പടകിലേറി ശിഷ്യന്മാരെയും കൊണ്ട് യാത്ര തിരിച്ചപ്പോൾ അവിടെ വലിയ കൊടുങ്കാറ്റും പേമാരിയും അങ്ങനെ സംഭവം എല്ലാം ഉണ്ടായി. ഉണ്ടായപ്പോഴും യേശു അവിടെ കൂളായിട്ട് കിടന്ന് ഉറങ്ങുന്നു. അപ്പോഴത്തേന് യേശുവിൻ്റെ ശിഷ്യന്മാർ, ഏയ് ഗുരു എണീക്ക്, നമ്മളിവിടെ കിടന്ന് മരിക്കുന്ന കണ്ടോ എന്ന് പറഞ്ഞു. യേശു അങ്ങോട്ട് എണീറ്റ് വന്നിട്ട് അത് കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, നെക്സ്റ്റ് മഴയെ ശാന്തമാക്കി, നെക്സ്റ്റ് കടലിനെ ശാന്തമാക്കി. എന്നിട്ട് ഞെളിഞ്ഞ് നിന്ന് നമ്മുടെ ശിഷ്യന്മാരോട് ചോദിച്ചു, ഡാ ഞാനല്ലടാ ചാരത്തിരിക്കുന്നത്, നിനക്ക് എന്നെ ഇത്ര വിശ്വാസം ഉള്ളോടാ, ഞാനല്ലടാ ചാരത്തിരിക്കുന്നത്. ആ ഒരു ഇൻസിഡൻറ്റ് ഇന്നലത്തെ മാച്ചിൽ എനിക്ക് ഓർമ്മ വന്നു. ഓക്കെ, സംഭവം എങ്ങനെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് വിവരിക്കാം. അതായത് കൊടുങ്കാറ്റും പേമാരി. അപ്പം 2 ഗോൾ അടിച്ചിട്ട് നിൽക്കുകയാണ്. കൊടുങ്കാറ്റ്, പേമാരി, പിന്നെ കടൽ. ഫാൻസിൻ്റെയൊക്കെ മനസ്സ് കടൽ പോലെ ഇരമ്പുകയാണ് ആ ഒരു സമയം. എന്ത് ചെയ്യണമെന്നറിയാതെ ഇരമ്പി നിൽക്കുകയാണ്. ഓക്കെ, മെസ്സി ഒരു പെനാൽറ്റി കളയുകയും ചെയ്തു. അത് പുതുമയുള്ള കാര്യമൊന്നുമല്ല. മെസ്സി പെനാൽറ്റി കളയാന്ന് വെച്ചാൽ മെസ്സിയുടെ മനസ്സിൽ നമ്മുടെ ഓരോരുത്തരുടെ ടെൻഷനാണ് അങ്ങേരുടെ മനസ്സിൽ. അപ്പം അങ്ങേര് പെനാൽറ്റി മിസ്സാക്കും, അത് വേറെ കാര്യം. ഓക്കെ, അപ്പം ആദ്യത്തെ ഗോള് മെസ്സിയുടെ പേരിപ്പോൾ എനിക്ക് മിശികാന്നേ വായി വരത്തുള്ളൂ. മെസ്സി അടിച്ചു കയറ്റിയെന്ന് വെച്ചാൽ മെസ്സി അതിനെ അസിസ്റ്റ് ചെയ്തു. ഓക്കെ, മെസ്സി അടിച്ചിട്ട് കൊടുത്തു. നമ്മുടെ ക്രിസ്റ്റ്യൻ റൊമേരോ ഹെഡ് ചെയ്ത് അതിനെ അകത്ത് കയറ്റി. ഓക്കെ, ക്രിസ്റ്റ്യൻ റൊമേരോ ഹെഡ് ചെയ്ത് അകത്ത് കയറ്റി.
അത് ഒന്നാമത്തെ ഗോള്. ആ ഒന്നാമത്തെ ഗോൾ അടിച്ചിട്ട് മെസ്സി ചോദിച്ചു, ചാരത്തിരിക്കുന്നത് ഞാനല്ലേ, അല്ലെങ്കിൽ അരയത്തിരിക്കുന്നത് ഞാനല്ലേ, നിങ്ങളുടെയൊക്കെ മിശികയല്ലേ ഈ അരയത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഞങ്ങളെ ഇത്രയും വിശ്വാസമേ ഉള്ളോ എന്ന് ഫാൻസിനോട് ചോദിച്ചാണ് മെസ്സി മനസ്സിൽ. അടുത്ത ഗോള്, അതായത് ആദ്യം യേശു എന്തിനാണ് ശാന്തമാക്കിയത്? കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. ഇപ്പുറത്ത് ഒന്ന് വന്നു. അത് കഴിഞ്ഞ് യേശു എന്തിനാണ് ശാന്തമാക്കിയത്? കടലിനെ. അത് ഇവിടെ ഗോൾ അടിച്ചപ്പോൾ നേരിട്ടങ്ങ് ശാന്തമാക്കി കൊടുത്തു. കടലിനെ അങ്ങ് ശാന്തമാക്കി. അടുത്തത് അങ്ങനെ ഈക്വലൈസറിൽ നിന്ന് ഇനിയും ശാന്തമാക്കേണ്ടത് പേമാരിയെയാണ്. അതായത് അർജൻറ്റീനയുടെ ഫാൻസിൻ്റെ കണ്ണീര്, അതാണ് പേമാരിയോട് ഉദ്ദേശിക്കുന്നത്. അതിനെ ശാന്തമാക്കാൻ വേണ്ടി നമ്മുടെ എൻസോ മച്ചാൻ വിചാരിച്ച് ക്ലാസ് ഗോള്, കൗണ്ടർ അറ്റാക്ക്, ഹെഡർ, ഫിനിഷ്, തീർന്ന്. അതോടുകൂടി ഈജിപ്റ്റ് തീർന്ന്. അങ്ങനെ ഇഞ്ചോട്ടമിൻ്റെ അവസാനം മിഞ്ചിക്കൊണ്ട് അടിച്ച് കയറ്റിയപ്പം ഫ്രാൻസ് അർജൻറ്റീനയുള്ള ഫൈനലിലെ അതിൽ ഞാനും മമ്മി എണീറ്റ് നിന്ന് കെട്ടിപ്പിടിച്ച പോലെ കുറേ നേരം കെട്ടിപ്പിടിച്ച് നിന്ന്. എൻ്റെ മമ്മിക്ക് ഏകദേശം 90 കിലോ ഉണ്ട്. എൻ്റെ അസ്ഥി 4 ഒടിഞ്ഞ്. മമ്മി എന്നെ കെട്ടിപ്പിടിച്ച് മുറുക്കിയതാ സ്നേഹം കൊണ്ട്. ഈ അർജൻറ്റീന ജയിച്ചതിൻ്റെ സന്തോഷം ത്രില്ലിങ്ങുവേ. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞു നടപ്പുണ്ട്, പോർച്ചുഗൽ ബ്രസീൽ ഫാൻസ് എല്ലാം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ പോർച്ചുഗൽ കപ്പ് കിട്ടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം, പറഞ്ഞല്ലോ ആദ്യമേ. ഓക്കെ, പക്ഷേ പോർച്ചുഗൽ പോയി, ബ്രസീലും പോയി. ഓക്കെ, അപ്പോൾ അടുത്തത് ബാക്കിയുള്ള ഫാൻസിന് അർജൻറ്റീനയും ടാർഗറ്റ്. ഇത് അർജൻറ്റീന പോയില്ല, വിജയിച്ചു. പക്ഷേ നിങ്ങളെല്ലാം റഫറിങ്ങിനെ കുറ്റം പറയുന്നുണ്ട് ഇന്നലത്തെ. നിങ്ങൾ ബ്രസീലിൻ്റെ കളിയെടുത്ത് നോക്കുക, 7 മിനിറ്റ് മാത്രമേ കൊടുത്തിട്ടുണ്ടാവും. 7 മിനിറ്റ് മാത്രം, കളി 20 മിനിറ്റ് പോയി. പോർച്ചുഗലിൻ്റെ കളി നോക്കുക, 6 മിനിറ്റേ കൊടുത്തിട്ടുള്ളൂ, കളി 15 മിനിറ്റ് പോയി. സ്പെയിൻ ഒരു ഗോളിന് ബാക്കി നിൽക്കുമ്പോൾ. അപ്പം അതിനെപ്പറ്റി എന്താ പറയാത്തെ? ടൈം കൂട്ടി കൊണ്ടുപോകാൻ പറ്റുമല്ലോ റഫറിങ്ങിന്. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ സർവ്വസാധാരണം. വലിയ ടീം വന്നാലേ ഫിഫയ്ക്ക് റാങ്കിങ് കിട്ടും, അത് സർവ്വസാധാരണം. അപ്പം അങ്ങനെ ടൈം കൂട്ടി കൊടുക്കും. ആ കൂട്ടി കിട്ടുന്ന സമയത്ത് യൂട്ടിലൈസ് ചെയ്ത് കളിക്കാനുള്ള കഴിവുണ്ടാകണം, എന്നാൽ മാത്രം ഒരു ടീം വിജയിക്കും. അത് നിങ്ങളാദ്യം മനസ്സിലാക്കുക, എന്നിട്ട് അർജൻറ്റീന പറയാൻ പാ. ഓക്കെ, റഫറിങ് പെർഫെക്റ്റ് ആയിരുന്നു. കാരണം നമ്മൾ ഇന്ന് ഹൈലൈറ്റ്സ് വരെ ഇരുന്ന് കണ്ട്. നിങ്ങൾ പറഞ്ഞ കാര്യമുണ്ടോയെന്നറിയാൻ ഒരു കാര്യമില്ല, റഫറിങ് പെർഫെക്റ്റാണ്. രണ്ടാമത്തെ ഗോൾ ഡിസലോ ചെയ്തത്, അവൻ തള്ളിയിട്ട് അർജൻറ്റീന പ്ലെയറിനെ തള്ളിയിട്ടിട്ട് ആ ബോളും കൊണ്ട് വന്ന് പാസ് കൊടുത്തു, അതിനെ ഗോളാക്കി. അതാണ് ഗോൾ ഡിസലവ് ചെയ്തത്. നമുക്ക് കിട്ടേണ്ട ഒരു ഫ്രീ കിക്ക്, ഒരു ഗോൾ ഡിസലവിങ്ങിലൂടെ തീർന്ന്, അത്രയേ ഉള്ളൂ. അപ്പം എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. കരയുന്നവർ കരയട്ടെ, ചിരിക്കുന്നവർ ചിരിക്കട്ടെ, അത്ര തന്നെ. ഇനി ആരും കരയരുത്. നമ്മളാരും ട്രോളാനും കാര്യത്തിനൊന്നും വരുന്നില്ല. നമ്മൾ നമ്മുടെ മിശികയുടെ അവസാന ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവസാന നൃത്തം, അതായത് അവസാന ആട്ടം, ആടിൻ്റെ അവസാന തുള്ളിച്ചാട്ടം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അത് കണ്ടു തീർക്കുക, ഷെയ്ക്കാനും എടുത്ത് പിരിയുക, അത്രയേ ഉള്ളൂ. ആരെയും ട്രോളാനും ഇല്ല, ഒന്നുമില്ല. നിങ്ങളാരും ട്രോൾ ചെയ്യാലും ഇവിടെയും കൊള്ളൂല. പിന്നെ ഫിഫ ബോയ് മെസ്സി എന്ന് പറഞ്ഞാലും നമുക്ക് ഒരു തേങ്ങയില്ല, അത്ര തന്നെ. അപ്പം എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. എക്സൈറ്റ്മെൻറ്റ് പറയാൻ വന്നത് വാക്കുകൾ കിട്ടുന്നില്ലായിരുന്നു. ഓക്കെ, അതാണ് എനിക്ക് ഓർമ്മ വന്ന ബൈബിളിലെ സംഭവം തന്നെയാണ്. അതായത് കൊടുങ്കാറ്റിനെയും കടലിനെയും പേമാരിയെയും ശാന്തമാക്കിയ പോലെ. ഓക്കെ, അതുപോലാണ് നമ്മളെ ഇന്നലത്തെ കളി. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. ബൈബിള് ഒരുപാട് ലേൺ ചെയ്യുന്നുണ്ട്. അതായത് ബൈബിളൊക്കെ ഒത്തിരി ഇരുന്ന് വായിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ബൈബിളൊക്കെ വായിക്കേറി വരും, എന്നോട് ക്ഷമിക്കണേ. ഓക്കെ, അപ്പം സെറ്റ്. ഓക്കെ, ബായ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ പാട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഗിത്താറൊക്കെ പഠിച്ചെടുത്തോട്ടെ, ഞാൻ ലൈവായിട്ട് വരാം. ഓക്കെ, അപ്പോൾ ശരി ടാ.
ഞാനിത് ചുമ്മാ ഒന്ന് പറയാൻ വന്നതാണ്. ഈ ഡ്രസ്സ് കണ്ടപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാൻ തോന്നി, അങ്ങനെ വീഡിയോ ചെയ്യാൻ വന്നതാണ്. പിന്നെ ജയിച്ച എക്സൈറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പം വാമോസ് അർജന്റീന. ടാറ്റാ.